ചായക്കയിലില്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചായക്കയിൽ എടുത്തിട്ട് 2 കയ്യിൽ ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഒരു കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലേ, അതോ ഒരു നുള്ളുപ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ നമുക്കിത് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. തരിക്കണ്ട കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡറും ഇല്ല, ബേക്കിംഗ് സോഡയും വേണ്ട കേട്ടോ. ഇനി നമുക്ക് 2 നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ 2 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് അതേ കയ്യിൽ തന്നെ 2 കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നേരത്തെ ഗോതമ്പ് പൊടി നല്ലപോലെ കുറേശ്ശെ ഇട്ടിട്ട് സാവധാനം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ആദ്യം പഴം അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള പഴം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബോർഡ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ നെട്ടിപ്പോകും നമ്മുടെ കേക്ക് കണ്ട കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ.